ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് സോളാർ സിസ്റ്റത്തിലെ അതായത് സൗരയൂഥത്തിലെ ഭൂമിയെക്കുറിച്ചും മറ്റുമാണ്. എന്താണ് സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം എന്ന് നോക്കാം. ഗ്രീക്ക് പുരാണങ്ങളിൽ സോൾ എന്ന് പറഞ്ഞാൽ സൺ ഗോഡ് അഥവാ സൂര്യദേവൻ എന്നാണ്. സോളാർ എന്നാൽ സൺ അഥവാ സൂര്യനുമായി ബന്ധപ്പെട്ടത് എന്നാണ് അർത്ഥമാക്കുന്നത്. സൂര്യൻ്റെ ഫാമിലി, അതുകൊണ്ട് തന്നെ സോളാർ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നു. സെലസ്റ്റിയൽ ബോഡീസ് അഥവാ ആകാശഗോളങ്ങൾ എന്താണെന്ന് നോക്കാം. സൂര്യനെയും ചന്ദ്രനെയും കൂടാതെ രാത്രികാലങ്ങളിൽ ആകാശത്തു തിളങ്ങി നിൽക്കുന്ന എല്ലാ വസ്തുക്കളെയും ചേർത്താണ് സെലസ്റ്റിയൽ ബോഡീസ് അഥവാ ആകാശഗോളങ്ങൾ എന്ന് വിളിക്കുന്നത്. അടുത്തത് നക്ഷത്രങ്ങളാണ്. സ്റ്റാർസ്. എന്താണ് സ്റ്റാർസിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ഇവ വളരെ വലുതും ചൂട് നിറഞ്ഞതുമായ ആകാശഗോളങ്ങളാണ്. കൂടാതെ ഇവ ചില ഗ്യാസസ് അഥവാ വാതകങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. അതേപോലെ വളരെ വലിയ തോതിൽ സ്വന്തമായി താപം അഥവാ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുകയും പ്രകാശം അഥവാ ലൈറ്റ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അടുത്തത് കോൺസ്റ്റലേഷൻസ് അഥവാ നക്ഷത്ര സമൂഹമാണ്. നക്ഷത്രങ്ങൾ കൂട്ടമായി ചേർന്ന് ആകാശത്ത് പലതരത്തിലുള്ള പാറ്റേൺസ് ഉണ്ടാക്കാറുണ്ട്. ഇതിനെയാണ് കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത്. പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പോൾ സ്റ്റാർ അഥവാ ധ്രുവ നക്ഷത്രം ആണ് അടുത്തത്. പ്രാചീന കാലത്ത് രാത്രികാലങ്ങളിൽ ദിശ മനസ്സിലാക്കാൻ ജനങ്ങളെ സഹായിച്ചിരുന്നത് നക്ഷത്രങ്ങളാണ്. അത്തരത്തിലുള്ള ഒന്നാണ് ഉത്തര നക്ഷത്രം അഥവാ നോർത്ത് സ്റ്റാർ. ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ഇത് എപ്പോഴും കാണപ്പെടുന്നത് നോർത്ത് ഡയറക്ഷനിൽ അഥവാ വടക്ക് ദിക്കിലാണ്. ഈ നോർത്ത് സ്റ്റാറിൻ്റെ മറ്റൊരു പേരാണ് പോൾ സ്റ്റാർ അഥവാ ധ്രുവ നക്ഷത്രം. ഇത് എപ്പോഴും ഒരേ ദിശയിലാണ് കാണപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് പോൾ സ്റ്റാർസിനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ സപ്തർഷികളുടെ സഹായത്തോടെയാണ് പോൾ സ്റ്റാർസിനെ കണ്ടുപിടിക്കുന്നത്. അടുത്തത് പ്ലാനറ്റ്സ് അഥവാ ഗ്രഹങ്ങളാണ്. പ്ലാനറ്റ് എന്ന വേർഡിനെ പ്ലാനറ്റായി എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പ്ലാനറ്റായി എന്നാൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം. പ്ലാനറ്റ്സ് സെലസ്റ്റിയൽ ബോഡീസ് ആണ് എങ്കിലും അവയ്ക്ക് സ്വന്തമായി ഹീറ്റും ലൈറ്റും ഇല്ല. പ്ലാനറ്റ്സിന് ചൂടും വെളിച്ചവും ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. സോളാർ സിസ്റ്റം. സൂര്യനും 8 പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും മറ്റ് ആകാശഗോളങ്ങളായ ആസ്ട്രോയിഡ്സും മെറ്റീറോയിഡ്സും ചേർന്നതാണ് സോളാർ സിസ്റ്റം. സൺ. സോളാർ സിസ്റ്റത്തിൻ്റെ സെൻട്രൽ സൂര്യനാണ്. സൂര്യനിൽ വളരെ വലിപ്പമുള്ളതും വളരെയധികം ചൂട് നിറഞ്ഞതുമായ വാതകങ്ങളാൽ നിർമ്മിതവുമാണ് സൂര്യൻ. സൂര്യൻ്റെ ആകർഷണ ബലം മൂലമാണ് സോളാർ സിസ്റ്റത്തിലുള്ളവയെല്ലാം ഇത്തരത്തിൽ ചേർന്ന് നിൽക്കുന്നത്. സൂര്യനിൽ നിന്നും 150 മില്യൺ കിലോമീറ്റർ ദൂരെയാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത്. സോളാർ സിസ്റ്റത്തിൽ ആകെ 8 പ്ലാനറ്റ്സ് ആണ് കാണപ്പെടുന്നത്. സൂര്യനിൽ നിന്നുള്ള അകലമനുസരിച്ച് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് എന്നിങ്ങനെ നെപ്റ്റ്യൂൺ എന്നിങ്ങനെ 8 എണ്ണമാണ് പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സിൻ്റെ ഓർഡർ ഓർത്തിരിക്കാനായിട്ട് ഈ ഒരു ഈസി ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. മൈ വെരി എഫിഷ്യൻറ്റ് മദർ ജസ്റ്റ് സെർവ്ഡ് അസ് നട്ട്സ്. ഇതിലെ ആദ്യത്തെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് പ്ലാനറ്റ്സിൻ്റെ ഓർഡർ ഓർത്തിരിക്കാം. അതായത് മൈയിൽ എം, ദാറ്റ് ഈസ് മെർക്കുറി, വെരിയിൽ വി, വീനസ്, എഫിഷ്യൻറ്റിൽ ഇ, എർത്ത്, മദറിൽ എം, മാർസ്, ജസ്റ്റിൽ ജെ, ജൂപ്പിറ്റർ, സെർവ്ഡ് എസ്, സാറ്റേൺ, ആസിൽ യു, യുറാനസ്, നട്ട്സിൽ എൻ, നെപ്റ്റ്യൂൺ. ഇത്തരത്തിൽ ഓർത്തിരിക്കാം. ജൂപ്പിറ്ററും സാറ്റേണും യുറാനസ് തുടങ്ങിയ പ്ലാനറ്റ്സിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അവയ്ക്ക് ചുറ്റും വളയം കാണാനായിട്ട് സാധിക്കും. ഈ വളയം അഥവാ റിങ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവ പൊടിപടലങ്ങളാണ്. ഇനി ഓരോ പ്ലാനറ്റ്സിൻ്റെയും ബേസിക് ആയിട്ടുള്ള പ്രത്യേകതകൾ നോക്കാം. ഒന്നാമതായിട്ട് മെർക്കുറി.
മെർക്കുറി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനായിട്ട് സാധാരണ എടുക്കുന്ന സമയം 88 ദിവസമാണ്. അതേപോലെ സ്വന്തം ആക്സിസിൽ അഥവാ അച്ചുതണ്ടിൽ കറങ്ങുന്നതിന് 59 ദിവസവും ആണ് ആവശ്യമായിട്ട് ഉള്ളത്. അടുത്തത് വീനസ് ആണ്. വീനസിന് സൂര്യന് ചുറ്റും കറങ്ങാൻ 255 ദിവസവും സ്വന്തം ആക്സിസിൽ കറങ്ങാൻ 243 ദിവസവുമാണ് ആവശ്യം. അടുത്തത് എർത്ത് അഥവാ ഭൂമി. ഭൂമിക്ക് സൂര്യന് ചുറ്റും കറങ്ങാൻ 365 ദിവസവും സ്വയം കറങ്ങാൻ 1 ദിവസവുമാണ് ആവശ്യം. ഭൂമിക്ക് ഒരു ഉപഗ്രഹം മാത്രമാണുള്ളത്, ചന്ദ്രൻ. അടുത്തത് മാഴ്സ് ആണ്. മാഴ്സിന് സൂര്യനെ ചുറ്റാൻ 687 ദിവസവും സ്വയം അച്ചുതണ്ടിൽ കറങ്ങാൻ 1 ദിവസവുമാണ് ആവശ്യം. ഉപഗ്രഹങ്ങളുടെ എണ്ണം 2 ആണ്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് തുടങ്ങിയ പ്ലാനറ്റ്സിനെ എല്ലാം ചേർത്ത് പറയുന്ന പേരാണ് ഇന്നർ പ്ലാനറ്റ്സ്. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൂര്യനുമായി ഏറ്റവും അടുത്ത പ്ലാനറ്റ്സ് ആണ് ഇവ. ഈ പ്ലാനറ്റ്സ് എല്ലാം തന്നെ റോക്സ് അഥവാ ശിലകളാൽ നിർമ്മിതവുമാണ്. അടുത്തത് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിന് സൂര്യനെ വലം വെക്കുന്നതിന് 11 വർഷവും 11 മാസവും ആവശ്യമാണ്. അതായത് ഏകദേശം 12 വർഷം ആവശ്യമായി വരുന്നുവെന്ന് മനസ്സിലാക്കാം. സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതിന് 9 മണിക്കൂറും 56 മിനിറ്റും ആവശ്യമായി വരുന്നു. ഏകദേശം 53 ഉപഗ്രഹങ്ങൾ ജൂപ്പിറ്ററിനുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് സാറ്റേൺ അഥവാ ശനി എന്ന ഗ്രഹമാണ്. ഇതിന് സൂര്യനെ വലം വയ്ക്കാൻ 29 വർഷവും 5 മാസവും ആവശ്യമാണ്. സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതിന് 10 മണിക്കൂറും 40 മിനിറ്റുമാണ് ആവശ്യം. ഉപഗ്രഹങ്ങളുടെ ഏകദേശം 53 എണ്ണമാണ്. അടുത്തത് യുറാനസ് പ്ലാനറ്റ് ആണ്. ഇതിന് സൂര്യനെ ചുറ്റാൻ 84 വർഷങ്ങൾ ആവശ്യമായി വരുന്നു. സ്വയം കറങ്ങാൻ 17 മണിക്കൂറും 14 മിനിറ്റും ആവശ്യമാണ്. ഉപഗ്രഹങ്ങൾ ഏകദേശം 27 എണ്ണമാണ്. അടുത്തത് നെപ്റ്റ്യൂൺ. ഈ പ്ലാനറ്റിന് സൂര്യനെ ചുറ്റാൻ 164 വർഷങ്ങൾ ആവശ്യമായി വരുന്നു. സ്വയം കറങ്ങാൻ 16 മണിക്കൂറും 7 മിനിറ്റും ആവശ്യമാണ്. ഉപഗ്രഹങ്ങൾ ഏകദേശം 13 എണ്ണമാണ്. ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഈ പ്ലാനറ്റ്സിനെ ഔട്ടർ പ്ലാനറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവ സൂര്യനിൽ നിന്ന് വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ വളരെയധികം വലിപ്പമുള്ളവയാണ് ഈ 4 പ്ലാനറ്റ്സും. ഗ്യാസും ലിക്വിഡ്സും കൊണ്ടാണ് ഈ പ്ലാനറ്റ്സ് എല്ലാം തന്നെ, ഈ ഔട്ടർ പ്ലാനറ്റ്സ് എല്ലാം തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓർബിറ്റ്സ് എന്താണെന്ന് അടുത്ത് നോക്കാം. സോളാർ സിസ്റ്റത്തിൽ സൂര്യന് ചുറ്റും ഓരോ പ്ലാനറ്റ്സും വലം വയ്ക്കുന്നത് ഒരു നിശ്ചിത പാതയിലൂടെയാണ്. ഈ പാതയാണ് ഓർബിറ്റ്സ്. സൂര്യനിൽ നിന്നും അകലം വർദ്ധിക്കും തോറും ഈ പാതയ്ക്ക് നീളം കൂടി വരുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് എർത്ത് അഥവാ ഭൂമിയുടെ ചില അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കാം. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ്സിൽ 3-ാം സ്ഥാനമാണ് എർത്തിന്. സൈസിൽ 5-ാം സ്ഥാനമാണ് എർത്തിനുള്ളത്. ഭൂമിയുടെ ആകൃതി അഥവാ ഷേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിയോയിഡ് എന്നാണ് പറയുന്നത്. അതായത് ഭൂമിയുടെ ഷേപ്പ് പോലെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമിയുടെ ഷേപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഭൂമി ഗോളാകൃതിയിലല്ല, അതായത് സ്പെറിക്കൽ അല്ല. പോൾസിന്റെ ഭാഗങ്ങൾ, അതായത് നോർത്തും സൗത്തും പോൾസിന്റെ അഥവാ ധ്രുവങ്ങൾ പരന്ന ആകൃതിയാണ്. ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങളുള്ള ഒരേയൊരു പ്ലാനറ്റ് എർത്താണ്. വെള്ളവും വായുവും ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള അത്യന്താപേക്ഷിതമായ ലഭ്യത ഭൂമിയിൽ മാത്രമാണുള്ളത്. അന്തരീക്ഷത്തിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഗ്യാസസ് അഥവാ വാതകങ്ങൾ, അതിൽ ഓക്സിജന്റെ സാന്നിധ്യമുണ്ട്. ഇവയെല്ലാം കൊണ്ട് തന്നെ ഭൂമി ഒരു വ്യത്യസ്ത തരത്തിലുള്ള പ്ലാനറ്റ് ആണെന്ന് പറയാം. ഔട്ടർ സ്പേസ് അഥവാ ബഹിരാകാശത്ത് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീലയാണ്. ഭൂമിയിൽ 2/3 ഭാഗവും ജലത്താൽ കവർ ചെയ്തിരിക്കുന്നതിനാൽ ആണ് ഇത്തരത്തിൽ നീലനിറത്തിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലൂ പ്ലാനറ്റ് എന്നാണ് ഭൂമി അറിയപ്പെടുന്നത്. ജിയോഗ്രഫി എന്നത് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കാണ്. ഇംഗ്ലീഷ് വേർഡ് ആണ് ജിയോഗ്രഫി. ഇതിൻ്റെ ഒറിജിൻ അഥവാ ഉത്ഭവം ഗ്രീക്കിലാണ്.
ഭൂമിയെക്കുറിച്ചുള്ള വിവരണം എന്നർത്ഥമുള്ള ഗ്രീക്ക് വേർഡ് ആണത്. ഗ്രാഫിയ എന്നീ രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ജിയോഗ്രഫി ഉണ്ടായത്. ജി എന്നാൽ എർത്ത് എന്നും ഗ്രാഫിയ എന്നാൽ റൈറ്റിംഗ് എന്നുമാണ്. അപ്പോൾ ജിയോഗ്രഫി എന്നാൽ ഭൂമിയെക്കുറിച്ചുള്ള എഴുത്ത്, വിവരണം തുടങ്ങിയ അർത്ഥങ്ങളാണ് ഉള്ളത്. ലൈറ്റ് അഥവാ പ്രകാശം സഞ്ചരിക്കുന്നത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിലാണ്. ഇത്രയധികം വേഗത്തിൽ പ്രകാശം സഞ്ചരിച്ചിട്ടും സൂര്യനിൽ നിന്നും ലൈറ്റ് ഭൂമിയിലെത്താൻ 8 മിനിറ്റ് എടുക്കുന്നുണ്ട്. സാറ്റലൈറ്റ് അഥവാ ഉപഗ്രഹം എന്താണെന്ന് നോക്കാം. സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്ന സെലസ്റ്റിയൽ ബോഡീസ് അഥവാ ആകാശഗോളങ്ങളാണ് സാറ്റലൈറ്റ്സ് അഥവാ ഉപഗ്രഹങ്ങൾ. ഹ്യൂമൻ മെയ്ഡ് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ സാറ്റലൈറ്റ്സും ഉണ്ട്. ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ബോഡീസ് ആണ് ഇവയ്ക്കുള്ളത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ അല്ലെങ്കിൽ ആശയവിനിമയത്തിനാണ് പ്രധാനമായും ഉപഗ്രഹങ്ങളെ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന പോലെ റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് സാറ്റലൈറ്റിനെ ഔട്ടർ സ്പേസ് അഥവാ ബഹിരാകാശത്തിലെ ഭൂമിക്ക് ചുറ്റുമുള്ള ഓർബിറ്റിൽ എത്തിക്കുന്നത്. അടുത്തത് മൂണാണ്. എർത്തിന്റെ ഒരേ ഒരു സാറ്റലൈറ്റ് ആണ് മൂണ്. മൂണിന്റെ ഡയമീറ്റർ അഥവാ വ്യാസം എന്നത് ഭൂമിയുടെ 4/1 മാത്രമേ ഉള്ളൂ. എങ്കിലും ഇത് വളരെ വലുതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഭൂമിയോട് വളരെ അടുത്താണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. മറ്റു സെലസ്റ്റിയൽ ബോഡീസ് എല്ലാം തന്നെ മൂണിനെ അപേക്ഷിച്ച് വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. എർത്തിൽ നിന്നും ഏകദേശം 3,84,400 കിലോമീറ്റർ അകലെയാണ് മൂണ് സ്ഥിതി ചെയ്യുന്നത്. മൂണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതിന് ഏകദേശം 27 ദിവസമാണ് എടുക്കുക. അതേസമയം തന്നെയാണ്, അതായത് 27 ദിവസം തന്നെയാണ് സ്വയം കറങ്ങുന്നതിനും എടുക്കുന്നത്. ഇതിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചന്ദ്രന്റെ ഒരു വശം മാത്രമേ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കൂ എന്നതാണ്. ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ ഒരു സാഹചര്യവും ചന്ദ്രനിലില്ല. തന്നെയുമല്ല, നിരവധി പർവ്വതങ്ങൾ, പ്ലെയിൻസ്, ഗർത്തങ്ങൾ, ഡിപ്രഷൻസ് ഒക്കെ നിറഞ്ഞതാണ് ചന്ദ്രന്റെ ഉപരിതലം അഥവാ സർഫസ്. ഇവയൊക്കെ ഫുൾ മൂൺ അഥവാ പൂർണ്ണ ചന്ദ്രൻ ഉദിക്കുന്ന ദിവസം നിഴൽ പോലെ നമുക്ക് ചന്ദ്രനിൽ കാണുന്നതിന് സാധിക്കും. അടുത്തത് ആസ്ട്രോയിഡ്സ് എന്താണെന്ന് നോക്കാം. ക്ഷുദ്രഗ്രഹങ്ങളെന്നും ആസ്ട്രോയിഡ്സ് അറിയപ്പെടുന്നുണ്ട്. ഇവ നക്ഷത്രങ്ങളെയും പ്ലാനറ്റ്സിനെയും സാറ്റലൈറ്റിനെയും ഒക്കെ പോലെ സൂര്യന് ചുറ്റും കാണപ്പെടുന്നുണ്ട്. മാഴ്സിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിലുള്ള ഓർബിറ്റ്സിലാണ് ആസ്ട്രോയിഡ്സിനെ കാണുന്നത്. ആസ്ട്രോയിഡ്സ് പ്ലാനറ്റ്സിന്റെ ഭാഗമാണ്. വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഫോടനത്തിന്റെ ഫലമായി പ്ലാനറ്റ്സിൽ നിന്നും വേർപെട്ട് പോയ ഭാഗങ്ങളാണ് ആസ്ട്രോയിഡ്സ് എന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. അടുത്തത് മെറ്റിയോറോയിഡ്സ് ആണ്. മെറ്റിയോറൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു പാറക്കഷ്ണങ്ങൾ അഥവാ ഉൽക്കാശിലകളാണ്. ഇവ സൂര്യന് ചുറ്റും കാണപ്പെടുന്നവയാണ്. ചില അവസരങ്ങളിൽ ഇവ ഭൂമിയുടെ അടുത്തേക്ക് എത്തുകയും ഭൂമിയിൽ പതിക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ പതിക്കുന്നതിനായി ഭൂമിയിലേക്ക് എത്തുമ്പോൾ അന്തരീക്ഷത്തിലെ എയറുമായി ഫ്രിക്ഷൻ അഥവാ ഘർഷണം ഉണ്ടാവുകയും അതുമൂലം വൻതോതിൽ താപം അഥവാ ഹീറ്റ് ഉണ്ടാവുകയും അവ കത്തിപ്പോകുന്നതിനിടയാവുകയും ചെയ്യുന്നു. ഇത് അന്തരീക്ഷത്തിൽ പ്രകാശത്തിന്റെ മിന്നലിന് കാരണമാകുന്നു. ചിലപ്പോൾ മെറ്റിയോറൈറ്റ്സ് പൂർണ്ണമായും കത്തിപ്പോകാതെ പൊള്ളയായി ഭൂമിയിൽ പതിക്കുകയും ചെയ്യാറുണ്ട്. അടുത്തത് മിൽക്കി വേ ഗാലക്സിയാണ്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ഇത്. നമ്മുടെ സോളാർ സിസ്റ്റം ഈ മിൽക്കി വേ ഗാലക്സിയുടെ ഭാഗമാണ്. പ്രാചീന ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവർ കരുതിയിരുന്നത് പ്രകാശത്തിന്റെ അല്ലെങ്കിൽ പ്രകാശം നദിയായി ആകാശത്തിലൂടെ ഒഴുകുന്നു എന്നാണ്. അതുകൊണ്ട് ഇതിനെ ആകാശഗംഗ എന്നാണ് പ്രാചീന ഇന്ത്യക്കാർ വിളിച്ചിരുന്നത്. ഇനി ഗാലക്സി എന്താണെന്ന് നോക്കാം. ഗാലക്സി എന്ന് പറയുന്നത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെയും പൊടിപടലാവൃതമായ മേഘങ്ങളുടെയും പലതരം വാതകങ്ങളുടെയും ഒക്കെ ഒരു കൂടിച്ചേരുന്ന ഒരു വലിയ സിസ്റ്റമാണ് ഗാലക്സി. നമ്മുടെ പ്രപഞ്ചത്തിൽ ഇത്തരത്തിൽ കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്.